മധുസൂദനൻ നായരുടെ ഗാന്ധി എന്ന കവിതയിലെ ഏതാനും വരികൾ. എവിടെയും ഉയിർക്കുന്നു ഗാന്ധി, സ്വന്തം വിയർപ്പുവില അന്യനായി നൽകുന്ന കടലുപ്പുപരലിൽ താൻ നൂറ്റ നൂലിനാൽ ഉലകം പുതയ്ക്കുന്ന സൂര്യന്റെ വിരലിൽ അരമുണ്ടുടുത്തിട്ടു മേൽമുണ്ടു നൽകും നിലാവിൻ്റെ നദിയിൽ അടിമയല്ലുടമ നീ എന്നറിവുമെഴുകുന്ന കുടിലിൻ്റെ കരളിൽ അരുതു കൊല്ലരുതെന്നു കുരൽ പൊട്ടി അമരുന്നൊരുവിൻ്റെ ഉയിരിൽ പശിയുള്ളവനു മുന്നിൽ അന്നമായി വീഴുന്ന കരുണതൻ വടിവിൽ പതിത പാപം നെഞ്ചിലേറ്റുവാങ്ങും നിത്യമഹിമയുടെ കനിവിൽ ആടിമഴമോഹങ്ങളിടി വീണു കരിയുന്ന പാലനിലനോവിൽ ആടിമഴമോഹങ്ങളിടി വീണു കരിയുന്ന പാലനിലനോവിൽ തീയിടി തുളച്ചാലും ഉലയാതെ നിൽക്കുന്നൊരാകാശവിരിവിൽ എത്ര മിഴികൾ കൊണ്ടു കാൺകിലും എത്ര മിഴികൾ കൊണ്ടു കാൺകിലും കാഴ്ചകൾക്കപ്പുറം നിൽക്കുന്നു ഗാന്ധി. എത്ര വർണ്ണം മാറ്റി എഴുതിലും എഴുത്തുകൾക്കപ്പുറത്തെഴുതുന്നു ഗാന്ധി, അപ്പുറത്തെഴുതുന്നു ഗാന്ധി. തനിയേ നടന്നു നീ പോകുക, തളർന്നാലുമരുതേ പരാശ്രയവും ഇളവും. അനുതാപിയില്ലാത്ത പഥികർ തുടർന്നാലുമിടറാതെ നിൻധീര ഗാനം. തുടർന്നാലുമിടറാതെ നിൻധീരഗാനം. ട്രോഫി വള്ളത്തിന്റെ വള്ളംകളിയുടെ ചരിത്രത്തിൽ 70 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ് എന്ന് രൂപീകരിച്ചുകൊണ്ട് ചങ്ങനാശ്ശേരിക്കാർ നെഹ്റു ട്രോഫിയിൽ പങ്കെടുത്തത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ആദ്യമായി പങ്കെടുത്ത നമ്മൾ നെഹ്റു ട്രോഫി വർഷം നമുക്കാണ് കിട്ടിയത് എന്നുള്ളതാണ് യഥാർത്ഥമായ കാര്യം. റോമിൽ നിന്ന് ഒരാളിനെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ഛാ നിങ്ങൾക്കാണല്ലോ ഈ വർഷം നെഹ്റു ട്രോഫി കിട്ടിയത്. ഞാൻ ചോദിച്ചു, എങ്ങനെ അറിഞ്ഞു? അല്ലെന്ന് പറയാൻ പോയി. എങ്ങനെ അറിഞ്ഞു? കാരണം ഫേസ്ബുക്കിലെല്ലാം നോക്കിയാൽ ചങ്ങനാശ്ശേരിക്കാർക്കാണ് നെഹ്റു ട്രോഫി കിട്ടിയത് എന്നാണ് തോന്നുക. അത്രമാത്രം ഒരു വികാരവും ഒരു ഉത്തേജനവും ഒക്കെയായി ചങ്ങനാശ്ശേരിക്കാർ മാത്രമല്ല, ലോകത്തുള്ള മലയാളികൾ തന്നെ, എവിടെയൊക്കെ മലയാളികൾ ഉണ്ടാവതെല്ലാം ഈ ഒരു സംരംഭത്തെ സന്തോഷത്തോടെ കാണുകയാണ്. ചങ്ങനാശ്ശേരിക്കാരെ പേടിക്കണമെന്നുള്ളതാണ് അടുത്ത വർഷം നെഹ്റു ട്രോഫിയിൽ എല്ലാവരും കുട്ടനാട്ടുകാർ ഭയക്കുന്ന ഒരു കാര്യം. കാരണം ചങ്ങനാശ്ശേരിക്കാർ ഒന്നിച്ചാൽ നെഹ്റു ട്രോഫി വിജയിക്കുന്നതിന് യാതൊരു സംശയവുമില്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ ഒന്നിക്കും, കാരണം മതത്തിന്റെ പേരിൽ നമ്മൾ ഒന്നിക്കാറുണ്ട്. വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരാണെങ്കിലും രാഷ്ട്രീയത്തിന്റെ പേരിൽ ഒന്നിക്കാറുണ്ട്. കാരുണ്യത്തിന്റെ പേരിൽ നമ്മൾ ഒന്നിക്കാറുണ്ട്. എല്ലാം മറന്ന് നമ്മൾ ഒന്നിക്കാറുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ചങ്ങനാശ്ശേരിക്കാർ ഒന്നിച്ചു നിൽക്കും. മുമ്പോട്ട് പോകരുത്, ഇത് നടത്തിയ ആശയമാണ്. അപ്പോൾ മനസ്സിലേക്ക് തോന്നി
തോന്നിയ കുറെ നന്മ മനസ്സുകളായി ഇരിക്കുന്ന ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എന്ന് പറയുക, അവരൊക്കെ ചിന്തകളാണ് അതിലേക്ക് ഞാൻ വരാം. അപ്പൊ ഈ അവസരത്തിൽ നമ്മൾ ജോഫി അച്ഛനെ ഏറെ സ്നേഹം, ഇതുവരെ ഒത്തിരി കഷ്ടപ്പെട്ട അച്ഛൻ, ഒത്തിരി നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് അച്ഛനെ. ഒരിക്കലും അച്ഛൻ മുന്നിലേക്ക് വരത്തില്ല, അതാണ് അച്ഛൻ്റെ ഒരു പ്രത്യേകത. അച്ഛൻ്റെ ഒരു ഫോട്ടോ പോലും നിങ്ങൾ ഫേസ്ബുക്കിൽ കാണത്തില്ല, നിങ്ങൾ കിട്ടാൻ പ്രയാസമാണ്, നമ്മൾ സെർച്ച് ചെയ്താൽ പോലും കാണില്ല. അച്ഛനെ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ജോഫി അച്ഛനെ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന ജോഫി അച്ഛനെ ഏറെ നിങ്ങളിപ്പോൾ കണ്ടു കാണും. മീഡിയയിലൊക്കെ എന്ത് മാറ്റമാണ്, അതെല്ലാം അച്ഛൻ കൊണ്ടുവന്നതാണ്, അതൊരു പുതുമയാണ്, അത് നല്ലൊരു മോസ്റ്റ് മോഡേൺ രീതിയിൽ അച്ഛൻ ഇതിനെ ആക്കി കഴിഞ്ഞു. അച്ഛനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ, ആ പേര് ചങ്ങനാശ്ശേരിയിൽ മുഴങ്ങി നിൽക്കുന്ന ഒരു പേരാണ്. വ്യവസായ രംഗത്ത് മാത്രമല്ല, കാരുണ്യ രംഗത്ത്, ഇതുപോലെയുള്ള സാംസ്കാരിക രംഗത്ത് ആരെന്ത് ചോദിച്ചാലും, ചങ്ങനാശ്ശേരിക്കാർ ചോദിച്ചാൽ നോ പറയാത്ത ഒരു വ്യവസായം. ഈ അവസരത്തിൽ ദിശ, ഏറ്റവും ബഹുമാനിയായ മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാർ കാശീകരൻ, കൃഷിയാധികാരി ഏറ്റവും ബഹുമാനിയായ ശില്ലച്ചൻ, രൂപിയച്ചൻ, ക്യാപ്റ്റൻ സംഘിച്ചിക്കണമെങ്കിൽ ബാക്കി എല്ലാ പേജുകളും എല്ലാവരും അറിയാവുന്നതാണ്, ആരുടെയും പേര് പറയുന്നില്ല. പ്രിയപ്പെട്ട ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഇതിനെ മുഖ്യമായി ചുക്കാൻ പിടിച്ച വിനിയോഗവും മുഖ്യമായി ചുക്കാൻ പിടിച്ച ആളുകളാണ് നമ്മുടെ SI സന്തോഷ്, പ്രിയമുള്ള ആൾക്കാർ, പ്രിയമുള്ളവരെ. ആദ്യമായി ചങ്ങനാശ്ശേരിയുടെ ആ പേര് നമ്മുടെ നെഹ്റു ട്രോഫി വള്ളംകളിയിലേക്ക് ആദ്യമായി എത്തിച്ച ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും ഞാൻ പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട പൊന്നശ്ശേരി അച്ഛൻ, ആദരണീയനായ MLA ശ്രീ ജോമൈക്കിൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളിൽ, ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബിൻ്റെ നേതൃത്വത്തിൽ നമ്മൾ ആദ്യമായി ഒരു വള്ളം ഇറക്കി, പുതിയൊരു സംരംഭമാണ്. ആദ്യമായി ഇറക്കിയപ്പോൾ ഇവിടെ പറഞ്ഞു കിടക്ക് നമുക്ക് ക്വിസ് ഫൈനലിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കുവാൻ കഴിയും. അപ്പം അടുത്ത വർഷം നമ്മൾ ഈ പരിപാടിയുമായി വരുമ്പോൾ ഇന്ന് ഈ വർഷമുണ്ടായ അനുഭവ സമ്പത്ത്, ആ അനുഭവ സമ്പത്ത് കരുതി നമ്മൾ അടുത്ത പ്രാവശ്യം നമുക്ക് വിജയത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയണം. എന്തായാലും വള്ളംകളി എന്ന ഒരു വികാരം അത്രയും, ഞാൻ ചങ്ങനാശ്ശേരി ചെയർപേഴ്സൺ അല്ല, ഇപ്പോൾ കഴിഞ്ഞ വള്ളംകളിയുടെ അവസരത്തിൽ അപ്പോൾ ഇതിൻ്റെ സാഹസം പത്രത്തിൽ വായിച്ച് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ഞാൻ അച്ഛനെ കണ്ടപ്പോൾ ചോദിച്ചു, വള്ളം ഇറക്കുന്നുണ്ട്, അപ്പോൾ വള്ളങ്ങൾ നടക്കോ ഇല്ലയോ എന്നുള്ളൊരു. ഏറെ പ്രിയപ്പെട്ട യോഗാധ്യക്ഷ ബഹുമാനപ്പെട്ട കൃഷ്ണകുമാര രാജശേഖരൻ, ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ഘാടകൻ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജോൺ മൈക്കിൾ സാർ, നമ്മൾക്ക് എല്ലാവർക്കും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഏറെ ബഹുമാന്യനായ പുന്നശ്ശേരി അച്ഛൻ, നമ്മുടെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന് എല്ലാ പിന്തുണയോടും കൂടെ നമുക്ക് എല്ലാ പിന്തുണയും നൽകുന്ന ബഹുമാനപ്പെട്ട സണ്ണി തോമസ് ഇടിമണ്ണിക്കൽ, ബാക്കി ഇന്നത്തെ യോഗത്തിൽ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിച്ചിരിക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരുടെ മുഖത്ത് വലിയ സന്തോഷമാണ്. 28-ാം തീയതി കഴിഞ്ഞപ്പോൾ മുതൽ ആ സന്തോഷത്തിൻ്റെ വലുപ്പം കൂടി എന്നുള്ളതാണ്. ഞാൻ ആലോചിക്കുകയായിരുന്നു, ഒരു വള്ളം തുഴയണം എന്ന് ചിന്തിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ അത് എത്രാം സ്ഥാനത്ത് എത്തിക്കണം എന്ന ചിന്തയിൽ നിന്നാണ് പ്രവർത്തനം ആരംഭിക്കേണ്ടത്. അപ്പോൾ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് എന്നുള്ളത് ഇപ്രാവശ്യം തുടങ്ങിയപ്പോൾ എത്രാം സ്ഥാനത്താണ് അതിനെ കൊണ്ട് എത്തിക്കേണ്ടത് എന്ന ഒരു തീരുമാനമാണ് ആദ്യം എടുക്കുന്നത്. അതിനെ ഫൈനലിൽ കൊണ്ടെത്തിക്കണമെങ്കിൽ ഇത്ര രൂപ ബഡ്ജറ്റ്, അതിനെ 8 സ്ഥാനങ്ങൾ കൂടി എത്തിക്കണമെങ്കിൽ ഇത്ര രൂപ ബഡ്ജറ്റ്, അതിനെ CBL എത്തിക്കണമെങ്കിൽ ഇത്ര രൂപ ബഡ്ജറ്റ്. അതിൽ നിന്നാണ് പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അപ്പോൾ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് ഇപ്രാവശ്യം CBL തുഴയണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അതിന്റെ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. ചങ്ങനാശ്ശേരിയുടെ ആദരവ് ഇവർക്ക് 2 പേർക്കും നൽകുകയാണ്. ആദ്യം നമ്മൾ കപ്പ് തന്നെ നൽകും 2 പേർക്കും, അതിനുശേഷം പൊന്നാടി അണിയിച്ച് നമ്മൾ അവരെ പ്രത്യേകമായിട്ട് ആദരിക്കും. അതിനുശേഷം നമ്മുടെ പ്രിയപ്പെട്ട ക്യാപ്റ്റൻ അവർക്ക് പ്രത്യേകമായ ഒരു പാരിതോഷികം ഒരുക്കിയിട്ടുണ്ട്, അതും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം നൽകുന്നതാണ്. ആദ്യം കപ്പ് നൽകും. ഒന്ന് കൈയടിച്ച് നമുക്ക് അദ്ദേഹത്തെ അനുമോദിക്കാം.
രാജവനേട്ട ഇങ്ങോട്ട് പോയി. ഓക്കെ, പ്രിയപ്പെട്ട അധ്യക്ഷ സന്തോഷ് സാറിന് കപ്പ് നൽകി. ഓക്കെ ഓക്കെ, സന്തോഷ് എസ്, സന്തോഷ് എസ്. സണ്ണി സാർ ഒരു ചെറിയ പാരിതോഷികം നൽകി സന്തോഷ് സാറിനെ ആദരിക്കുന്നതാണ്. ഇനി ഇതിനുവേണ്ടി അധ്വാനിച്ച ഓരോ അംഗങ്ങളെയും സ്നേഹപൂർവ്വം. എങ്ങനെയാണ് ഒരു വിക്ടറി ഡേ ആയിട്ട് മാറിയത്? നമ്മൾ 9ാം സ്ഥാനത്താണെങ്കിൽ പോലും നമുക്ക് അതൊരു വിക്ടറി ഡേ ആണ്. നമ്മൾ 9ാം സ്ഥാനത്തിൽ വന്നുകൊണ്ട് ലീഗിൽ നമുക്ക് കയറാൻ പറ്റുന്നത് തന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്. അതുപോലെ യൂസേജ് ഫൈനല് നമ്മളെക്കാളും വളരെയധികം ആരോഗ്യമുള്ള ആനാരി ചന്ദ്രമോളനെ പോലെയുള്ള പ്രഗത്ഭരായ ആൾക്കാരെ ഒരു വെള്ളപ്പാട് പോലും പിന്നിലാക്കിക്കൊണ്ടാണ് നമ്മൾ വിജയം പോയത്. അത് തീർച്ചയായിട്ടും ടി വിയിലേക്ക് കണ്ടവർക്ക് ആവേശമുണ്ട്. ചിലർ പറഞ്ഞിട്ട് രോമ എഴുതുന്നു എന്നൊക്കെ പറയുന്ന രീതിയിൽ കേൾക്കാൻ വേണ്ടി നമുക്ക് സാധിച്ചു. അതിന് നമുക്ക് കാരണമായി അതാണ് നമ്മുടെ വിക്ടറി ഡേ എന്ന് പറയുന്നത്. അതുപോലെ വേറൊരു കാര്യം കൂടെ നമ്മൾ തീരുമാനിച്ചു. ആ ഒരു ദിവസമാണ് നമ്മൾ വേറൊരു കാര്യം തീരുമാനിച്ചത്. ചങ്ങനാശ്ശേരി ചുണ്ടൻ നമ്മൾ ഇറക്കുമെന്ന് തീരുമാനിച്ച ദിവസവും ഈ പറഞ്ഞതുപോലെ സെപ്റ്റംബർ 28-ാം തീയതിയാണ്. അങ്ങനെ എല്ലാം കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന വിക്ടറി ഡേ ആഘോഷിക്കുന്നത്. നമ്മുടെ ചെറിയൊരു സംഭവം ഇപ്പോൾ നമുക്ക് വീണ്ടും പണി തുടങ്ങുകയാണ്. നമ്മൾ ട്രെയിനിങ് കഴിയും. നമുക്ക് ഇതിന്റെ സൗന്ദര്യം ഈ ഒരവസ്ഥ ഇവിടെ ഇരിക്കുന്നതായിട്ട് സംഭവിച്ചതെന്ന് എനിക്ക് തോന്നിയില്ല. കാരണം ഈ ക്ലബിൻ്റെ ഇതിൻ്റെ പരിപാടി കാണുന്നതിൽ ഈ ഹൗസ് ബോട്ടിൽ കയറി കഴിഞ്ഞപ്പോൾ വിരിച്ചായം പറഞ്ഞു, നമ്മൾ എത്രാം സ്ഥാനത്തെത്തുമെന്ന് നിങ്ങൾ പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു നമ്മൾ 8ാം സ്ഥാനത്തെത്തുമെന്ന് ഞാൻ പറഞ്ഞു. ആദ്യത്തെ മത്സരമെല്ലാം കഴിഞ്ഞ് പോയി. ഞാൻ മിണ്ടാതാവുമ്പോഴേ നിന്നു. ത്രിമൂർത്തികളായ മുന്നച്ഛന്മാരും ശിവച്ചനും ജോഫി അച്ഛനും പുണ്യശ്രീ അച്ഛനും നമ്മുടെ വള്ളം ന്യൂസിൽ സ്വയങ്ങളിൽ കയറി വരുന്ന കണ്ടപ്പോഴാണ് എനിക്ക് ആവേശമില്ല. ഞാൻ എല്ലാം അവർക്ക് അറിയുന്നതാണ്. വലിയ അവസ്ഥ 300 പിള്ളേർക്ക് മെറിറ്റ് അവാർഡ് ഒരു പരിപാടിയിൽ വന്നിട്ട് ഞാൻ ആകെപ്പാടെ പെട്ടുപോയി. ആ മൈക്കിനും ചില കുഴപ്പമുണ്ടായിരുന്നു. MG യൂണിവേഴ്സിറ്റിയിലെ വൈസ് ചാൻസലർ അരവിന്ദ് സാറായിരുന്നു ഉദ്ഘാടകൻ. ഞാൻ അധ്യക്ഷൻ. മിണ്ടാൻ പറ്റിയില്ല. കാരണം മൈക്ക് ഇത്രയും പോലും കംഫോർട്ടല്ല. വളരെ അഭിമാനം തോന്നി. സമിച്ചയം പറഞ്ഞതുപോലെ ചങ്ങനാശ്ശേരി എല്ലാ കാര്യങ്ങളും മതസൗഹാർദ്ദവും സ്നേഹവും ഒക്കെ കാത്തു സൂക്ഷിക്കുന്ന സംസ്കാരമുള്ള ഒരു കേന്ദ്രമാണ്. ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ MLA നമ്മളൊപ്പം, പ്രിയപ്പെട്ട നമ്മുടെ കൃഷ്ണമാരി ചേച്ചി നമ്മളൊപ്പം, ഇവർ രണ്ടുപേരും കൂടി ആത്മാർത്ഥമായി നമ്മളോടൊപ്പം പങ്കുചേരുമ്പോൾ ചങ്ങനാശ്ശേരിയുടെ ആ വലിയ സ്വപ്നം, സന്നിധാനക്കാണെങ്കിൽ വലിയ സ്വപ്നം, ചുണ്ടവള്ളത്തെക്കാൾ വലിയ സ്വപ്നം, അത് സമ്പൂർണ്ണമായി പൂവണിയും എന്നാണ് എൻ്റെ വിശ്വാസം. അതിന് ചങ്ങനാശ്ശേരി നിവാസികൾക്കുള്ള ഫസ്റ്റ് ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ കൊടുത്തത്. നമ്മൾ പറഞ്ഞതുപോലെ ലീഗിൽ നമ്മൾ ഇടം നേടിയതോടുകൂടി ചങ്ങനാശ്ശേരിക്കാർക്ക് വലിയൊരു ആവേശം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതിൽ സഹകരിക്കും എന്നുള്ള കാര്യം നമുക്കത് ആശങ്കയും വേണ്ട. മുന്നിൽ നിന്ന് നയിക്കുവാൻ ഈ ടീം ഉണ്ടായാൽ മതി. എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം. ആദരണീയനായ അധ്യക്ഷൻ പുണ്യശ്രീ, ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ, എൻ്റെ സഹോദരി കൃഷ്ണകുമാരി രാജശേഖരൻ, അതുപോലെ നമ്മുടെ MLA, എൻ്റെ സഹോദരനാണ്. ബാക്കിയെല്ലാം തന്നെയാണ്. പ്രത്യേകപ്പെടുത്തു പറയാനില്ല. എൻ്റെ 80ാമത്തെ വയസ്സിലാണ് ഒരു വള്ളംകളി കാണാൻ പുന്നശ്ശേരി അച്ഛനും ജോബി അച്ഛനും ഒരുക്കി തന്നത്. എൻ്റെ ജീവിതത്തിൽ മറക്കാനൊക്കാത്ത
സംഭവമാണ്. നമ്മുടെ ഇംഗ്ലീഷ് പോലാളികൾ പറഞ്ഞതുപോലെ എൻ്റെ ജീവിതത്തിൽ അധികം ഒച്ചോച്ച ദിവസം വന്നാണ്. അധികം പറയുന്നില്ല, കാരണം ഇവിടെ നല്ലൊരു ഭാഷണം കിട്ടലാണ് നമ്മൾ. ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം, ദൈവമേ, അടുത്ത വർഷം 71-ാം ആണ്ട്. 71-ാം ആണ്ട് എന്ന് പറഞ്ഞത് വള്ളംകളി ആരംഭിച്ചിട്ട് 71, ഇത് 70-71. നമ്മുടെ കായൽ വെച്ച് എടുത്ത തീരുമാനം സർവീസിൽ നമുക്ക് എടുത്തു മാറ്റപ്പെടട്ടെ. അതിന് നമുക്ക് ആത്മാർത്ഥമായി പ്രവർത്തിക്കാം. തീർച്ചയായും നമുക്ക് വിജയമുണ്ടാകും. എന്നോട് നാം എത്രയാണ് നാം എത്തുക എന്ന് എന്നോട് ചോദിച്ചപ്പോൾ എല്ലാവരും 7, 8, 9 ഒക്കെ പറഞ്ഞപ്പോൾ ഞാൻ 5 പറഞ്ഞത്. അതെൻ്റെ ആഗ്രഹമായിരുന്നു, നമ്മൾ 5 എത്തണമെന്ന്, 5എങ്കിലും എത്തണമെന്ന്. അത് 9-ൽ അവസാനിച്ചു. അത് 9 വിജയമാണ്. അതെ, 5, 9 വിജയമാണ്. സർവേശ്വരൻ നമ്മുടെ ആഗ്രഹത്തെ സബലീകരിച്ച് തരട്ടെ, എളുപ്പമാക്കി തരട്ടെ എന്ന് ഈ ദൈവൻ പ്രാർത്ഥിച്ചു നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇവിടെ പ്രിയപ്പെട്ട ഗിരീഷ് കൊന്നാട്ട്, ടോമിച്ച്, നമ്മുടെ വേവിച്ച് എന്ന് പറഞ്ഞാൽ ഞങ്ങളെല്ലാം കൂടെ അവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കിയത്. അപ്പോൾ ബഹളം ഉണ്ടാക്കിയവരുടെ പേര് പറയാതിരിക്കാൻ പറ്റി. ചങ്ങനാശ്ശേരി ചരിത്രത്തിൽ ചങ്ങനാശ്ശേരിക്ക് ഒത്തിരി ചരിത്രം വിദ്യാഭ്യാസപരമായി, സാമൂഹികപരമായി, രാഷ്ട്രീയപരമായി. പക്ഷേ ഒരു പുതിയ ഏട് എഴുതി ചേർക്കരുത്. അതായത് വിക്ടറി ഡേ, വള്ളംകളിയുടെ വിക്ടറി. അത് ചങ്ങനാശ്ശേരി ചരിത്രത്തിൽ ഒരു പുതിയ ദിവസം. സണിജ പറഞ്ഞുകൊണ്ട് സെപ്റ്റംബർ 22 ഒരു പുതിയ ദിവസമാണ്. നമ്മൾ ആദ്യമായിട്ട് വള്ളം ചങ്ങനാശ്ശേരി ഇന്നുവരെ പല പ്രഗത്ഭരും പല വേദിയിലൊക്കെ എത്തിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വലിയ വൈദിക ശേഷന്മാരും അതുപോലെ തന്നെ സമുദായ നേതാക്കന്മാരും ഭാരത കേസരി മന്നത്ത് പത്മ ഓരോ പേര് കൊടുക്കും മിനിറ്റ്. കരുതുകയാണ് സാറിൻ്റെ ഈ ഒരു സാന്നിധ്യം, അതുപോലെ നല്ല വാക്കുകൾക്ക് എല്ലാത്തിനും ഈ ധീരമായ നേതൃത്വത്തിനും എല്ലാവരുടെയും പേരിൽ